മണിപ്പൂരിലെ സ്ഥിതിഗതികൾ വിലയിരുത്താനായി ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം നടന്നു. എന്നാൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കണം എന്ന് തന്നെയാണ്. CRPF DG അനീഷ് ദയാൽ മണിപ്പൂരിൽ എത്തിച്ചേർന്നു. ബീരേൻ സിംഗ് സർക്കാരിനുള്ള പിന്തുണ NPP പിൻവലിച്ചു. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡൽഹിയിലും പ്രതിഷേധം നടക്കുന്നു. മണിപ്പൂരിൽ സംഘർഷങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് പരിപാടികൾ റദ്ദാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹിയിലെത്തി. ഉന്നത ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നു. മണിപ്പൂരിലെ നിലവിലെ സ്ഥിതി യോഗം വിലയിരുത്തി. നാളെ വീണ്ടും യോഗം ചേരും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം CRPF DG അനീഷ് ദയാൽ മണിപ്പൂരിലെത്തി. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ മണിപ്പൂർ സർക്കാർ പരാജയമെന്ന വിമർശനങ്ങൾ ഉയരുന്നതിനിടെ ബിരേൻ സിംഗ് സർക്കാരിനുള്ള പിന്തുണ NPP പിൻവലിച്ചു. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ളതിനാൽ NPP നടപടി സർക്കാരിന് ഭീഷണിയാവില്ല. മണിപ്പൂർ സന്ദർശിക്കാൻ തയ്യാറാകാത്ത പ്രധാനമന്ത്രിയുടെ നടപടിയെ കോൺഗ്രസ് വിമർശിച്ചു. ജിരിബാമിൽ നിന്ന് വിഘടനവാദികൾ തട്ടിക്കൊണ്ടുപോയ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊലപ്പെടുത്തിയതിനു പിന്നാലെയാണ് മണിപ്പൂരിൽ വീണ്ടും സംഘർഷം ആരംഭിച്ചത്. മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെയും MLA-മാരുടെയും വീടുകൾക്ക് നേരെ പ്രതിഷേധക്കാർ ആക്രമണം നടത്തി. മെയ്തേയ് വിഭാഗത്തിന് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ഡൽഹി ജന്തർ മന്ദറിലും മെയ്തേയ് അനുകൂല സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നു. Who is responsible for this? The Manipur government as well as the Indian government. हमारा प्राइम मिनिस्टर जी अमित शाह जी क्या कर रहे हैं? सिर्फ हम मेइतेई के लिए ही बात नहीं कर रहे. एज ए ह्यूमन के ऊपर इससे भी ह्यूमनिटी नहीं है. സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് തന്നെയാണ് പ്രധാന ആവശ്യം. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കണമെന്നും ഈ വിവിധ സംഘടനകൾ ഇതിനോടകം ആവശ്യപ്പെടുകയാണ്. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നിന്ന് ക്യാമറാമാൻ മോഹൻ കുമാറിനൊപ്പം വിനീത VG 24.